ഗുരുപൂർണിമ ആഘോഷിച്ചു വരുന്ന കാലം തൊട്ട് എന്ന് ഈശ്വരനെ അറിയൂ. നമുക്കറിയില്ല എപ്പോൾ മുതലെന്ന്. 5000 വർഷങ്ങളോ 10,000 വർഷങ്ങളോ നമുക്കൊരു ധാരണയുമില്ല. എന്നാൽ ഓരോ ഗുരുപൂർണിമയും ഈ ആശയത്തെ ശക്തിപ്പെടുത്തുന്നു. ഉദാഹരണത്തിന് നാം ഭഗവാൻ ബുദ്ധന്റെ നിർവാണം എന്ന ആശയം തന്നെ എടുത്താൽ, എന്നാൽ അതിനുശേഷം നാം അത് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര ആത്മാക്കൾ ഭഗവാൻ ബുദ്ധന് ശേഷം ഗുരുപൂർണിമ ദിനത്തിൽ തങ്ങളുടെ നിർവാണത്തെ പ്രാപിച്ചു എന്ന്. എന്നിട്ടും നാം കാംക്ഷിക്കുന്നു, നാം അസ്വസ്ഥരാകുന്നു. നമുക്ക് പോകണം, നമ്മുടെ ഗുരുവിനൊപ്പം ഉണ്ടായിരിക്കണം. അതൊരു മിഥ്യാധാരണയാണ്. ഈ ദിവസം നാം കല്ലുപോലെ ആയിരുന്നാൽ പോലും ജലമൊഴുകും, മഴയായി മാറും. ഫലഭൂയിഷ്ടമായ മണ്ണിലും കല്ലിലും ഒരേപോലെ വീഴുന്ന മഴയെപ്പോലെ. മണ്ണ് ഫലഭൂയിഷ്ടമാണെങ്കിൽ മഴ എവിടെ ചെയ്താലും, അത് ഗുരുപൂർണിമ ദിനത്തിൽ ആയാലും മറ്റേതൊരു ദിനത്തിലായാലും അത് വിത്തുകളെ മുളയ്ക്കാൻ അനുവദിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാരണത്താലും നിങ്ങൾ വാസ്തവത്തിൽ ഈ ദിനത്തെ ആചരിക്കാനും ആദരിക്കാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദിനം നിങ്ങളുടെ ജീവിതത്തിൽ സമർപ്പണത്തിൻ്റെ ദിനമായി പരിഗണിക്കപ്പെടട്ടെ. ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ തുടർന്ന് വീണ്ടും സമർപ്പിക്കേണ്ടി വരാത്ത വിധം. അത് എങ്ങനെ സാധ്യമാകും? സമർപ്പണം എന്ന ഒരു സന്നദ്ധ പ്രവൃത്തിയല്ല ഇതൊരു സജീവ പ്രക്രിയ അല്ല. ഇത് വർഷങ്ങളുടെ പരിശീലനത്താൽ സംഭവിക്കുന്ന ഒന്നാണ്. സമർപ്പിതാവസ്ഥ മാനസിക തലത്തിൽ സൃഷ്ടിക്കപ്പെട്ടാൽ അതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. അത് ഹൃദയസ്പർശി ആയിരിക്കണം.